അയാളുടെ അറിവ് എത്രത്തോളം ഉണ്ട്, ആ വിഷയത്തിൽ അയാൾക്ക് എത്രത്തോളം അറിവുണ്ട്, അതനുസരിച്ചാണ് അയാൾക്ക് ആ ഒരു പഞ്ചാംഗത്തെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. AD 6-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഒരു ഗണിത പാരമ്പര്യം കേരളത്തിനുണ്ട്. സൂര്യോദയം ഏകീകരിക്കാൻ പറ്റാത്തടത്തോളം ചില കാര്യങ്ങൾ ഏകീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ ഞങ്ങളുടെ ഒബ്സർവേഷൻ പോലെ തന്നെ വാലിഡാണ്. നമസ്തേ ശ്രേയസ് ജി. നമസ്തേ. ഈ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയമാണ് ചോദിക്കാനുള്ളത്. പഞ്ചാംഗം എന്ന് പറയാറുണ്ടല്ലോ, പഞ്ചാംഗം ശരിക്കും ശാസ്ത്രീയമാണോ? 100%. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? പഞ്ചാംഗം ശാസ്ത്രീയമാണ് എന്ന് ചോദിച്ചാൽ അശാസ്ത്രീയമായ ഒന്നും തന്നെ അതിനകത്തില്ല എന്നുള്ളതാണ്. കാരണം പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ, ശരിക്കും പഞ്ചാംഗം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇല്ല, അറിയാമോ? ഇല്ല, അറിയില്ല. അതായത് നമ്മൾ ഈ ലോകത്തെ അറിയുന്നത്, ജീവികൾ ഈ ലോകത്തെ അറിയുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടിയാണ് ഈ ലോകത്തെ ജീവികൾ അറിയുന്നത്. അതേപോലെ കാലത്തെ അറിയുന്നതിനുള്ള ഒരു ഉപകരണമാണ് പഞ്ചാംഗം. നമ്മൾ കാലത്തെ അറിയുന്നത് പഞ്ചാംഗത്തിൽ കൂടെയാണ്. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 5 കാര്യങ്ങളെ ആണ് പഞ്ചാംഗത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ട്, അറിയാവുന്നവരതിൻ്റെ ഗുണദോഷങ്ങൾ അറിഞ്ഞിട്ട്, ഒരു ലബോറട്ടറിയിൽ നിന്നൊരു റിസൾട്ട് കിട്ടിയാൽ ഒരു ഡോക്ടർക്കറിയാം അത് ഗുണമാണോ ദോഷമാണോ, ശ്രദ്ധിക്കേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ഡോക്ടർക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ അറിയുന്ന കാര്യങ്ങളാണ് ഒരു പഞ്ചാംഗത്തിലുള്ളത്. സാധാരണയായി കേരളത്തിൽ ഇപ്പോൾ ഇറങ്ങുന്ന പഞ്ചാംഗങ്ങളിലാണെങ്കിൽ പിന്നെ അതാത് മാസങ്ങളുണ്ടാവും, ആ മാസങ്ങളിലെ ആഴ്ചകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, നാളുകളുണ്ടാവും, തിഥി ഉണ്ടാകും, കരണം ഉണ്ടാകും, നിത്യയോഗം ഉണ്ടാകും, പിന്നെ ഗ്രഹങ്ങളുടെ സ്ഫുടം, ഞാറ്റുവേല, ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ടെങ്കിൽ അങ്ങനെ, ഗ്രഹയുദ്ധമുണ്ടെങ്കിൽ അത്, അത്തരം കാര്യങ്ങൾ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ മുഹൂർത്തങ്ങൾ, പ്രധാന മുഹൂർത്തങ്ങളുണ്ടാവും. ഇത്തരം കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയ ഒരു പുസ്തകത്തിനെയാണ് നമ്മൾ പഞ്ചാംഗം എന്ന് പറയുന്നത്. ഗ്രഹനില ഉണ്ടാകും, ശകവർഷ തീയതികളുണ്ടാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചേരുന്ന ഒരു പുസ്തകം, അതിനെയാണ് പഞ്ചാംഗം എന്ന് പറയുന്നത്. അത് 100% ശാസ്ത്രീയമാണ്. ചന്ദ്രൻ്റെ ഗതി, സൂര്യൻ്റെ ഗതി, ഓരോ ഗ്രഹങ്ങളുടെ അതിൻ്റെ സ്ഥിതി, അതിപ്പോൾ എവിടെ നിൽക്കുന്നു, അത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ് പഞ്ചാംഗം. പഞ്ചാംഗത്തിനകത്ത് നമുക്ക് എങ്ങനെ ആശ്രയിക്കാൻ കഴിയും? ശാസ്ത്രീയമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടൊരു സാധാരണക്കാരന് കഴിയുമോ? ഒരു സാധാരണക്കാരന് കഴിയുമോ എന്ന് ചോദിച്ചാൽ, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെയാണ്, അയാളുടെ അറിവ് എത്രത്തോളം ഉണ്ട്, ആ വിഷയത്തിൽ അയാൾക്ക് എത്രത്തോളം അറിവുണ്ട്, അതനുസരിച്ചാണ് അയാൾക്ക് ആ ഒരു പഞ്ചാംഗത്തെ യൂസ് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പോൾ സാധാരണ ഒരാൾക്ക് ഒരു നാളിനെ കുറിച്ച് അറിയണം, അല്ലെ ഇന്ന് ജനിച്ചു. സാധാരണക്കാരിപ്പോൾ പഞ്ചാംഗം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് ഒരു കുട്ടി ജനിച്ചു, അതിൻ്റെ നാളറിയണം, പിറന്നാളറിയണം, അല്ലെങ്കിൽ പിന്നെ ശ്രാദ്ധത്തിൻ്റെ ദിവസം അറിയണം, അത്തരം കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ വിശേഷ ദിവസങ്ങൾ, ധാരാളം വിശേഷ ദിവസങ്ങൾ, ആഘോഷങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനെക്കുറിച്ച് അറിയാനാണ് സാധാരണയായിട്ട് പഞ്ചാംഗം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പഞ്ചാംഗം ഉപയുക്തമാണ്. അത് നോക്കാനുള്ള കാര്യങ്ങളുണ്ട്. ഒരു കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ജ്യോതിഷനാണെങ്കിൽ അയാൾക്ക് പഞ്ചാംഗം കൊണ്ട് കുറച്ചുകൂടെ അധികം യൂസ് ഉണ്ട്. ഇപ്പോൾ ജാതകം എഴുതുമ്പോൾ, ഒരു പിന്നെ പ്രശ്നം ചിന്തിക്കുമ്പോൾ ഒക്കെ അയാൾക്ക് ആ മൊത്തം കാര്യങ്ങളെക്കുറിച്ച് കിട്ടും. അപ്പോൾ അയാൾക്ക് വരുമ്പോൾ അയാൾക്ക് ദിനമാനം കിട്ടും, ഉദയാൽപരം വരും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ജ്യോതിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ വെക്കുന്നത്. സാധാരണക്കാരന് ഇതിനൊന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ കാരണവും നിത്യസ്ഫുടമൊന്നും പോലും സാധാരണക്കാരൻ ചിലപ്പോൾ ഒരു പക്ഷേ നോക്കുന്നില്ലായിരിക്കും. സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ ആപ്ലിക്കബിളാണ്, ഗുണദോഷങ്ങൾ അറിയാൻ ഇതൊക്കെ ആപ്ലിക്കബിളാണ്. പക്ഷേ സാധാരണക്കാരൻ ചിലപ്പോൾ ഇതിനെക്കുറിച്ച് നോക്കുന്നില്ലായിരിക്കും, ചിന്തിക്കുന്നില്ലായിരിക്കും. പക്ഷേ ഒരു ജ്യോതിഷം അറിയാവുന്ന ഒരു വ്യക്തിക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടെയാണത് ഗുണദോഷമാണോ എന്നറിയുന്നത്. ഗ്രഹണം ശാസ്ത്രീയമാണോ എന്ന് പഞ്ചാംഗത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ, ഇന്നിപ്പോൾ അശ്വതിയാണോ ഭരണിയാണോ എന്ന് ഞാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് അശ്വതിയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഈ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ പ്രിയഞ്ചിക്ക് ഇത് വെരിഫൈ ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. ഇല്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ഒരു ഉദാഹരണമാണ്, ഇന്ന് രാത്രിയിൽ 9 മണി തൊട്ട് ചന്ദ്രഗ്രഹണം ഉണ്ടാവും. 9 മണിക്കാണ് സ്പർശം. അതിൻ്റെ മധ്യം ഇത്ര സമയത്താണ്, മോക്ഷം ഇത്ര സമയത്താണ്. ഇത് ഒരു കൊല്ലം മുമ്പ് ഒരു പഞ്ചാംഗത്തിൽ എഴുതപ്പെടുന്നതാണ്. അപ്പോൾ അടുത്ത കൊല്ലത്തെ പഞ്ചാംഗം ഇപ്പോൾ ഈ അടുത്ത ഇപ്പോൾ 1201 കൊല്ലവർഷം 1201 പഞ്ചാംഗമാണ് ഇപ്പോൾ നിലവിലുള്ളത്. 1202 പഞ്ചാംഗം, 1202 എന്ന് പറഞ്ഞാൽ അടുത്ത ചിങ്ങമാസം ഓഗസ്റ്റ് 17 ഇറങ്ങുന്ന പഞ്ചാംഗം, അതിൻ്റെ ശരിക്കും വർക്ക് ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ 1202 ഈ ഓഗസ്റ്റ് തൊട്ട്, അതായത് 2026 ഓഗസ്റ്റ് തൊട്ട് 2027 ഓഗസ്റ്റ് വരെ, ആ കാലഘട്ടത്തിൽ നടക്കുന്ന ഗ്രഹണത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ പഞ്ചാംഗത്തിൽ ഗണിച്ച് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. ഏപ്രിലോടുകൂടി അത് പ്രസിദ്ധീകരണത്തിലാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഗ്രഹണം ആർക്കും ഒബ്സർവ് ചെയ്യാം. രാത്രി 9 മണിക്കുണ്ടെന്ന് പറഞ്ഞാൽ ആര് മേളോട്ട് നോക്കിയാലും കാണാം ഗ്രഹണം. പക്ഷേ അശ്വതിയോ ഭരണിയോ ഇന്നാണെന്ന് പറഞ്ഞാലും നമുക്ക് വെരിഫൈ ചെയ്യാൻ മാർഗ്ഗമില്ല.
അതെ. പക്ഷെ ഗ്രഹണം നോക്കിയാൽ അത് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഗ്രഹണം കറക്റ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ അശ്വതിയും ഭരണിയും ഒക്കെ കറക്റ്റാണ്. സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഗതി അനുസരിച്ചിട്ടാണ് ഗ്രഹണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം അശ്വതിയും ഭരണിയും ഒക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഗതി കറക്റ്റ് ആവുള്ളൂ. അന്നേരമേ ഗ്രഹണം ഒക്കുള്ളൂ. ഞാറ്റുവേല കറക്റ്റാണ്. സൂര്യൻ്റെ സഞ്ചാരമാണ് ഞാറ്റുവേല. തിരുവാതിര ഞാറ്റുവേലയെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായി. അതെ. അപ്പോൾ ഈ വിരലൊടിച്ച് കുത്തിയെ കേൾക്കുന്ന അത് തന്നെ. അതായത് ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ ഞായറിൻ്റെ വേല, ഞായറിൻ്റെ വേള. അതായത് ഞായർ എന്ന് പറഞ്ഞാൽ സൂര്യൻ. സൂര്യൻ ഓരോ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനെയാണ് ഞാറ്റുവേല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പഞ്ചാംഗം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? അങ്ങ് പറഞ്ഞു ഇപ്പം തന്നെ അടുത്ത വർഷത്തേക്കുള്ള പഞ്ചാംഗം റെഡി ആയിട്ടുണ്ടാകും. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? പഞ്ചാംഗം തയ്യാറാക്കുന്നത് കേരളത്തിൽ വലിയൊരു ഗണിത പാരമ്പര്യമുണ്ട്, ഗണിത സമ്പ്രദായമുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് ഗണിത പദ്ധതികളുണ്ട്, ഈ ഗ്രഹഗണിതത്തിൻ്റെ പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്കനുസരിച്ചാണ് പഞ്ചാംഗങ്ങൾ തയ്യാറാകുന്നത്. കേരളത്തിൽ പ്രധാനമായിട്ട് നമുക്ക് മൂന്ന് പോക്കറ്റ്സിൽ നിന്നാണ് പഞ്ചാംഗങ്ങൾ നമുക്ക് പൊതുവെ വരുന്നത്. ഒരു ശരിക്കും ഒരു AD 6-ാം നൂറ്റാണ്ട് തൊട്ടുള്ള ഒരു ഗണിത പാരമ്പര്യം കേരളത്തിനുണ്ട്. അതിങ്ങനെ വന്ന് അവസാനം ഇപ്പോൾ ഒരു കഴിഞ്ഞ നൂറ്റാണ്ടിൽ വരുമ്പം ആണ് ഇത് ഏകദേശം ഒരു 3 പോക്കറ്റ്സിലായിട്ട്, അതായത് ഈ ക്രിയാപദ്ധതികൾ, വ്യത്യസ്ത തരത്തിൽ ക്രിയ ചെയ്യുന്ന പദ്ധതികൾ. ആൻസർ ഒന്നായിരിക്കും. ഇപ്പോൾ 4, 3, 7, ഒരിടത്ത് 5, 2 ആണ് കൂട്ടുന്നത്, ഒരിടത്ത് 6, 1 കൂട്ടി, ഇങ്ങനെ എല്ലായിടവും 7ലേക്കാണ് എത്തുന്നത്. പക്ഷേ ഇത് 3 തരത്തിൽ 3 പദ്ധതികളിൽ കൂടിയാണ് 3 സ്ഥലങ്ങളിൽ എത്തുന്നത്. ചെറിയ ചെറിയ പദ്ധതി വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒരു പദ്ധതി നമ്മുടെ തെക്കൻ കേരളത്തിൽ വരുമ്പോൾ പുലിയൂരിൻ്റെയാണ്, പുലിയൂർ പുരുഷോത്തമൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഗണിത പദ്ധതികൾ അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹവും അതിനുശേഷം പ്രൊഫസർ PU കൃഷ്ണവാര്യർ സാറും, അവരുടെ രണ്ടുപേരുടെയും കൂടി ഒരു സംഭാവനയാണ് കേരളത്തിൻ്റെ ഈ തെക്കേ അറ്റത്തെ പഞ്ചാംഗഗണിതം കൂടുതലായിട്ട് നടക്കുന്നത്. മധ്യകേരളത്തിലാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പുന്നശ്ശേരി നമ്പിയുടെ ഒരു പാരമ്പര്യം, പുന്നശ്ശേരി നമ്പി, ഉഴുത്ര വാര്യർ തുടങ്ങി ചെത്തൽ കൃഷ്ണകുട്ടി ഗുപ്തൻ, അങ്ങനെ വരുന്നൊരു പാരമ്പര്യത്തിൻ്റെയാണ് മധ്യകേരളത്തിലെ ഒരു പഞ്ചാംഗ പാരമ്പര്യം. ഉത്തര കേരളത്തിലോട്ട് വരുമ്പോൾ അത് VPK പൊതുവാൾ സാറിൻ്റെ ശുദ്ധ ദൃഗണിതം, അദ്ദേഹത്തിൻ്റെ ശുദ്ധ ദൃഗണിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്ന പഞ്ചാംഗങ്ങൾ വരുന്നത്. പ്രധാനമായിട്ടും ഇങ്ങനെ 3 സൈഡിൽ നിന്നാണ് പണ്ട് തൊട്ടേ തന്നെ. ഇതെല്ലാം വളരെ പഴക്കമുള്ള പഞ്ചാംഗങ്ങളാണ്, 7-8 തലമുറ പഴക്കമുള്ള പഞ്ചാംഗങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള പഞ്ചാംഗങ്ങളാണ് ഈ 3 പോക്കറ്റ്സിൽ നിന്നാണ് ശരിക്കും നമുക്ക് കേരളത്തിൽ പഞ്ചാംഗങ്ങൾ വരുന്നത്. പഞ്ചാംഗങ്ങൾ വ്യത്യസ്തമായിട്ട് തന്നെ അവരവരുടെ പദ്ധതി അനുസരിച്ചിട്ടാണ് പഞ്ചാംഗം ഗണിക്കുന്നത്. പക്ഷേ ഗണിച്ച് വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും റിസൾട്ടാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും 7 തന്നെ എഴുതും. 4, 3 ഒരാൾ എഴുതും, മറ്റേ ആൾ 5, 2 പക്ഷേ 7 തന്നെ എഴുതും. ചെറിയ പദ്ധതി വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് അപ്പോൾ സ്ഥലത്തിനനുസരിച്ച് പഞ്ചാംഗം മാറും. സ്ഥലത്തിനനുസരിച്ച് മാറും. ഓക്കെ. അപ്പോൾ നമ്മൾ ഉത്തര കേരളത്തിലല്ല മധ്യ കേരളത്തിലെ അല്ല. അതായത് ഇതിന് 1952 ഒരു കലണ്ടർ റിഫോംസ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാർ. അപ്പോൾ അത് വെച്ചിട്ട് അതിപ്പോൾ നമ്മൾ പറയുന്നത് പോലെ, അതായത് സൂര്യോദയം ഇപ്പോൾ ഗുജറാത്തിൻ്റെ തീരത്തുള്ള സൂര്യോദയമല്ല അരുണാചൽ പ്രദേശിൽ. അതെ. സൂര്യൻ്റെ ഉദയാസ്തമയങ്ങൾക്കനുസരിച്ചാണല്ലോ സമയം കണക്കാക്കുന്നത്. അപ്പോൾ ഭാരതത്തിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു IST ഉണ്ടായി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഉണ്ടായി. അത് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ എവിടെ ചെന്നാലും ഇന്ന് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം തന്നെയാണ്. അതെ. ഡൽഹിയിലിരിക്കുന്ന ആൾക്ക് ഇപ്പോൾ ഒരു സമയവും നമുക്ക് വേറൊരു സമയമല്ല എന്ന് പറഞ്ഞതുപോലെ കേന്ദ്രീകൃതമായി അതാത് സംസ്ഥാന തലസ്ഥാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഈ ഗണിതം നടത്തണം എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം നിൽക്കുന്നത്. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് തുടർന്ന ചില പാരമ്പര്യം കൊണ്ട് ചില ക്ഷേത്രോത്സവങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ടുമൊക്കെ ചില കാര്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടൊക്കെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലെ അടിസ്ഥാനപ്പെടുത്തിയ പഞ്ചാംഗങ്ങൾ കേരളത്തിലുണ്ട്. അതിൻ്റെ ഒരു ഏകീകരണ ശ്രമങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നു. ആ നിയമത്തിലൊരു പരിഷ്കരണത്തിനായിട്ടുള്ള പരിശ്രമങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാംഗം പരിഷ്കരിക്കാനുള്ള ശ്രമങ്ങളും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. തൃശ്ശൂരിലേക്ക് മാറ്റാനുള്ളൊരു സമീപനം, അതിനായിട്ടുള്ളൊരു ചർച്ചയും സമീപനവും ഒക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആയിട്ടില്ല. ഇപ്പോൾ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടാണ് സർക്കാർ നിയമപ്രകാരം നടക്കുന്നത്. ഓക്കെ. അപ്പോൾ കേരളത്തിന് അപ്പോൾ നമ്മുടെ പഞ്ചാംഗം 3 ഉണ്ടെങ്കിലും ഒന്ന് കണക്കാക്കി ഒന്ന് തന്നെ പഞ്ചാംഗ ഏകീകരണം നടക്കുന്നുണ്ട്. വിശേഷ ദിവസങ്ങളെല്ലാം ഏകീകരിച്ച് തന്നെയാണ് ഇന്ന് വരുന്നത്. പഞ്ചാംഗങ്ങളുടെ വിശേഷ ദിവസങ്ങളെല്ലാം ഏകീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പഞ്ചാംഗങ്ങൾ പുറത്തിറങ്ങുന്നത്. ഏതാണ്ട് 2016 തൊട്ടുള്ള അതിൻ്റെ പരിശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് 19-20 കാലഘട്ടം തൊട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് വിശേഷ ദിവസങ്ങളിൽ ഏകീകരണം ഉണ്ടായി തന്നെയാണ് പഞ്ചാംഗം ഇപ്പോൾ പുറത്തിറങ്ങുന്നത്. ഏകദേശം എല്ലാ പഞ്ചാംഗങ്ങളും ഇറങ്ങുന്ന എല്ലാ പഞ്ചാംഗങ്ങളും. അപ്പോൾ അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പക്ഷേ വിശേഷ ദിവസങ്ങളിലെല്ലാം ഏകീകരണമുണ്ട്.
ഏകീകരണമുണ്ട്. ഉദയത്തിന് വ്യത്യാസമുണ്ടോ ഈ പറയുന്ന കേരളത്തിൽ? ഉദയത്തിന് വ്യത്യാസമുണ്ട്, 6 മിനിറ്റോളം വ്യത്യാസമുണ്ട്. 6 മിനിറ്റ്, അതായത് കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് പയ്യന്നൂർ ചെല്ലുമ്പോൾ 6 മിനിറ്റ് വ്യത്യാസമുണ്ട് ഉദയത്തിന്, അതായത് പഞ്ചാംഗ പ്രകാരം. പഞ്ചാംഗ പ്രകാരമല്ലേ ശരിക്കും യഥാർത്ഥത്തിൽ പഞ്ചാംഗം യഥാർത്ഥത്തിനെ സൂചിപ്പിക്കുന്നതല്ലേ പഞ്ചാംഗം. അല്ലാതെ പഞ്ചാംഗത്തിൽ എഴുതിയോണ്ട് ഇപ്പൊ സൂര്യോദയം മാറില്ലല്ലോ. മാറില്ല. ഞാൻ പഞ്ചാംഗത്തിൽ എഴുതി ഇന്ന് സൂര്യോദയം ഉച്ചയ്ക്ക് 12 മണിന്ന് എഴുതിയാൽ സൂര്യൻ 12 മണിക്കല്ലല്ലോ ഉദിക്കുന്നത്. പഞ്ചാംഗം അതിനകത്ത് അപ്രസക്തമാണ്. യഥാർത്ഥ സൂര്യോദയ സമയമാണ് വരുന്നത്. തിരുവനന്തപുരത്തെ സൂര്യോദയം പയ്യന്നൂരുമായിട്ട് വരുമ്പോൾ ഏകദേശം 6 മിനിറ്റോളം വ്യത്യാസം വരുന്നുണ്ട്. ഇതപ്പോ ജാതക ഗണിതത്തെയോ അല്ലെങ്കിൽ പഞ്ചാംഗം നോക്കി സമയം കണക്കാക്കുന്നതിനോ ഒക്കെ ബാധിക്കാറുണ്ടോ? ഈ ബ്രിമ്മിൽ വരുന്ന, അതായത് ഒരു ബ്രിമ്മിൽ വരുന്ന നാളുകളിൽ ചില സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉള്ള വരുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാകുന്നുണ്ട്. ചില സമയത്ത് ഈ 1-ാം തീയതി പ്രശ്നം അങ്ങനെ വന്നിട്ടുണ്ട്. അതെങ്ങനെ? ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു വർഷം കന്നിമാസം 1-ാം തീയതി തെക്കൻ കേരളത്തിൽ ഗണിച്ചതൊന്നും, ഏകീകരണത്തിന് മുമ്പാണ് കേട്ടോ, തെക്കൻ കേരളത്തിൽ ഗണിച്ചതൊന്നും വടക്കൻ കേരളത്തിൽ മറ്റൊന്നുമായി. അപ്പോൾ നമ്മൾ ഈ 1-ാം തീയതി കണക്കാക്കുന്നത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പകലിനെ ദിനമാനമെന്ന് നമ്മൾ പറയും. ഈ ദിനമാനത്തിൻ്റെ 3/5 സംക്രമം സംഭവിക്കണം. അപ്പോൾ അതാണ്, ആ സംക്രമം സംഭവിച്ചാൽ അന്ന് 1-ാം തീയതി അല്ലെങ്കിൽ അടുത്ത ദിവസം 1-ാം തീയതി. ഇപ്പോൾ ഈ ഇംഗ്ലീഷ് കലണ്ടറും നമ്മളുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു കണക്ക് കൂട്ടാൻ അറിയാവുന്ന ഒരാൾക്ക് 30-31 വരെ എണ്ണാൻ അറിയാവുന്ന ഒരാൾക്ക് ഒരു ഇംഗ്ലീഷ് കലണ്ടർ ഉണ്ടാക്കാം. വേറെ ഒന്നുമില്ല. 30 days ഓഫ് സെപ്റ്റംബർ, ഏപ്രിൽ, ജൂൺ, നവംബർ, ബാക്കിയൊക്കെ 31, ഫെബ്രുവരി 28, ഈ പേര് 29. ഇപ്പോൾ ഒരു ഇംഗ്ലീഷ് കലണ്ടർ കഴിഞ്ഞു. അത് ശരിക്കും ഒരു ഡേ പ്ലാനറാണ്. പക്ഷെ നമ്മളെ ചിങ്ങമാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. ചിങ്ങം രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം. കന്നി രാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്ന സമയം കന്നിമാസം. അപ്പോൾ ഈ സംക്രമം നമുക്ക് ഫെമിലിയറായ വേർഡാണ്. മകരസംക്രമം, മകരത്തിലേക്ക് സൂര്യൻ കടക്കുന്ന സമയത്തെയാണ് മകരസംക്രമം എന്ന് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഒരു വർഷം കന്നി സംക്രമം, എനിക്ക് തോന്നുന്നു, കൃത്യം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും അന്നത്തെ ഒരു ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ 1:32 കണ്ടാണ് ഈ കന്നി സംക്രമം സംഭവിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിനമാനത്തിൻ്റെ സൂര്യോദയം ഈ ഇവിടെയും അവിടെയായിട്ട് 6 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരു 1:29 ആയപ്പം ഈ തിരുവനന്തപുരത്തെ ഉദയം വെച്ചിട്ടാണെങ്കിൽ 5/3 കഴിഞ്ഞു. അപ്പം അടുത്ത ദിവസം 1-ാം തീയതി ആകും. പക്ഷേ പയ്യന്നൂർ കണക്കെടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ 1:35 വരെ 5/3 ഭാഗം വരുന്നുണ്ട്. പയ്യന്നൂർ അന്നാണ്. അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഇതിപ്പോൾ നിങ്ങളാകെ 2-3 പേരുണ്ട്, ഇത് തീരുമാനിച്ചാൽ പോരെ എന്നൊക്കെ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ തീരുമാനിച്ചാൽ പറ്റില്ല. നമ്മുടെ ആചാര്യന്മാരുടെ സത്യസന്ധതയും അവരുടെ സത്യസന്ധതയാണ് അവർ ഈ കാര്യം സത്യസന്ധമായിട്ട് എഴുതുന്നത്. അവർക്ക് ഏകീകരിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ സൂര്യോദയം ഏകീകരിക്കാൻ പറ്റാത്തടത്തോളം ചില കാര്യങ്ങൾ ഏകീകരിക്കാൻ പറ്റില്ല. അപ്പോൾ വ്യത്യസ്തമായതുകൊണ്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ ഞങ്ങളുടെ ഒബ്സർവേഷൻ പോലെ തന്നെ വാലിഡാണ്. യുവർ ഒബ്സർവേഷൻ ഇസ് വാലിഡ് ആസ് മൈൻ എന്നുള്ളതാണ്. നിങ്ങളുടെ ഒബ്സർവേഷൻ എൻ്റെ ഒബ്സർവേഷൻ പോലെ വാലിഡാണ്. പിന്നെ അതിന് ചില ഏകീകരണങ്ങൾ കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പൊതുജന ഉപകാരപ്രദമായി, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഇതില്ലെങ്കിൽ ആകെ കൺഫ്യൂഷനാകും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് ചില പ്രത്യേക സ്ഥലങ്ങൾ വെച്ച് ഗണിക്കുന്നതും പ്രത്യേക സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഒരുമിച്ച് എത്തുന്നതും ഒക്കെ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മുമ്പേ ഞാൻ പറഞ്ഞതുപോലെയാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം നമ്മളിങ്ങനെ ആക്കിയെന്നും പറഞ്ഞിട്ട് സൂര്യോദയം നേരത്തെയോ താമസിച്ചോ ആകുമോ? ഇല്ല. ഇത് തന്നെ യാഥാർത്ഥ്യം അത് തന്നെയാണ്. യാഥാർത്ഥ്യം അത് തന്നെയാണ്.